പഠിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെയുള്ള ഫ്രണ്ട് വന്ന് നമ്മളങ്ങനെ കളിയാക്കും. ഓൻ വലിയ ഓൻ പഠിക്കാനൊക്കെ തുടങ്ങി, എല്ലാവരും വരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിയാക്കി ഇൻസൾട്ട് ആക്കും. അപ്പോൾ നമ്മൾ ബുക്ക് എടുത്ത് വെക്കും, അവരൊപ്പം കളിക്കാൻ തുടങ്ങും. അവരെന്ത് വിചാരിക്കും, ഓരൊപ്പം കൂടിയില്ല എന്താ വിചാരിക്കുക എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ മെയിനായിട്ട് നമ്മളപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഠിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമല്ല. നമ്മൾ ക്യാമ്പസിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ്. നമ്മുടെ പാസ്റ്റും ഇപ്പോഴത്തെ പ്രസൻറ്റിലൊക്കെ അറിയപ്പെട്ട ആളുകൾ എടുത്ത് നോക്കിയാൽ അതിൽ കൂടുതൽ പേഴ്സൻറ്റേജ് ആളുകളും അവരുടെ ഉയരങ്ങൾ കീഴടക്കിയത് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, അവരുടെ നോളജും ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും വിരാട് കോഹ്ലി ഇല്ലേ, ധോണില്ലേ, മെസ്സി ഇല്ലേ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ വരും. പക്ഷേ ഇതൊക്കെ 1% പെട്ട ആളുകളാണ്. സോ ആ 1%ൽ നമ്മൾ പെടുമോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സെക്യൂർ ആക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വേണം, നമുക്ക് നോളജ് വേണം. സോ പരമാവധി നമ്മുടെ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പഠനം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. സോ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫോളോ മീ, ലെറ്റ്സ് ഗ്രോ ടുഗെദർ.